പ്രിയപ്പെട്ടവരെ, സുഖാണെന്ന് വിശ്വസിക്കുന്നു. വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മൊമെന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. കുറച്ച് ടൈം ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നമുക്ക് വ്യായാമം ചെയ്യാൻ സമയമില്ലാത്തതാണോ, അതോ സമയം നമ്മൾ മറ്റു കാര്യങ്ങൾക്ക് നൽകുന്നതാണോ എന്നുള്ളത് തിരക്കുകൾക്കിടയിൽ ജീവിക്കുന്ന സമയത്ത് ആലോചിക്കൽ വളരെ പ്രധാനമാണ്. നമ്മുടെ ഫോണ് ചാർജ് തീരുമ്പോൾ നമ്മൾ എല്ലാ ജോലിയും മാറ്റി വെച്ച് അത് ചാർജ് ചെയ്യാൻ നോക്കും. അതുപോലെ നമ്മുടെ ശരീരവും ഒരു ബാറ്ററിയാണ്. അത് ചാർജ് ചെയ്യാതെ, ദാറ്റ് മീൻസ് ഫിറ്റ്നസ് ഇല്ലാതെ ജോലി ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഫോണ് ഹാങ് ആവുന്നത് പോലെയാണ്. ഇതുപോലെ നമ്മൾ ഹാങ് ആവും. ബേൺ ഔട്ട് ആക്കൽ നിർബന്ധമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഭക്ഷണക്രമം എത്രത്തോളം പ്രധാനമാണ്, എത്രത്തോളം ശ്രദ്ധിക്കണം എന്നുള്ളത് നിരന്തരമായിട്ട് മനസ്സിലാക്കുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ഡെയിലി ലൈഫിൽ കൊണ്ടുവരികയും ആ മാറ്റം കാണിക്കുകയും ചെയ്യണം. ഒഴുക്കിനെതിരെ നീന്തുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് വ്യക്തമാവുക. മെയിൻലി ഭക്ഷണക്രമം എങ്ങനെയാണ് ആകേണ്ടത്? ഒന്ന്, നമ്മുടെ കോട്ട മെത്തേഡ് രൂപത്തിൽ, അല്ലെങ്കിൽ സ്മാർട്ടായിട്ട് മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു ഈറ്റിംഗ് നമ്മൾ പഠിക്കൽ അനിവാര്യമാണ്. ബാഡ് കലോറി കഴിക്കുന്ന സുഹൃത്തുക്കളെ ഇടയിലാണ് അധികവും ജീവിക്കേണ്ടി വരുന്നതെങ്കിൽ എങ്ങനെ നമുക്ക് ഫിറ്റ്നസ് നിലനിർത്താം എന്നുള്ള ഒരു വലിയ ചെറിയ രീതിയിൽ ഞാൻ പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ നമുക്കറിയാം ബാഡ് കലോറി നമ്മളെ മുന്നിലേക്ക് വരികയാണ്. എന്തായാലും ഇവർ ബാഡ് കലോറി ഉണ്ടാക്കുകയെന്ന്. അങ്ങനെയാണെങ്കിൽ വാട്ടർ പ്രീ ലോഡ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യണം. ചുരുങ്ങിയത് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ അരമണിക്കൂറിന് മുന്നോ അല്ലെങ്കിൽ 15 മിനിറ്റ് മുന്നെയോ മാക്സിമം വെള്ളം കുടിച്ചിട്ട് ടെമ്പറാക്കി വെക്കണം വയറിനെ. വയറ് നിറഞ്ഞ അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ കൂടുതൽ കഴിക്കാൻ തോന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കുക. ആദ്യം നമ്മൾ ഇൻടേക്ക് ചെയ്യേണ്ടത് പ്രോട്ടീനുകളായിരിക്കണം. മുന്നിൽ പലഹാരം ഉണ്ടാവും, റൊട്ടികൾ ഉണ്ടാവും, ഫ്രൈ ഐറ്റംസ് ഉണ്ടാവും. ആദ്യം നമ്മുടെ വയറിലേക്ക് പോകേണ്ടത് പ്രോട്ടീൻ കണ്ടന്റ് ഫുഡുകളാണ്. ഉദാഹരണം മുട്ട, കടല, ഇറച്ചി. ഇത് വിശപ്പിനെ നിയന്ത്രിക്കാനും നമ്മുടെ ഹോർമോണുകളെ ശാന്തമാക്കാനും കഴിയും. അടുത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് കോട്ട മെത്തേഡാണ്. കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ ചെയ്യാൻ കഴിയുന്ന ഒരു കോട്ടയാണ്. എനിക്ക് എല്ലാം കഴിക്കാം, ഇതൊരു മൈൻഡ് സെറ്റാണ്. എനിക്ക് എല്ലാം കഴിക്കാം, പക്ഷേ ഞാൻ നിയന്ത്രിക്കും എനിക്ക് എത്ര കഴിക്കണം എന്നുള്ളത്. അത്ര എളുപ്പമല്ല, പക്ഷേ അത് നമ്മൾ പരിശീലിക്കൽ അത്യാവശ്യമാണ്. മനസ്സിലാവുണ്ടോ? മനഃശാസ്ത്രപരമായിട്ട് അതിർവരമ്പ് നിശ്ചയിക്കുക എന്നത് ചുരുക്കം. കാരണം നമ്മളെ കൂട്ടത്തിലുള്ള സുഹൃത്തുക്കൾ അവരെ മുഷിപ്പിക്കാൻ കഴിയില്ലല്ലോ. ഇവന് മാത്രം ഇങ്ങനെ മാറി നിൽക്കണ്, ഇവ ഇങ്ങനെ ഒറ്റക്ക് കഴിക്കണേ എന്നുള്ള ഒരു തോന്നൽ പാടില്ല. അപ്പോൾ ചെറിയ അളവിൽ മാത്രം കുറിക്കുക. ഇതിൻ്റെ ഒരു ലോജിക്ക് എന്ന് പറഞ്ഞാൽ പെട്രോൾ അടിക്കണം. അപ്പോൾ ടാങ്ക് നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിർത്തി വെക്കും. അതുപോലെ ശരീരത്തിന് ആവശ്യമുള്ള ഇന്ധനം കഴിഞ്ഞാൽ ഇമോഷണൽ ഈറ്റിംഗ് നിലനിർത്താൻ കഴിയും. ഇത് വർക്കിംഗ് പ്രൊഫഷനുകൾക്ക് കൂടുതൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം. കാരണം തിരക്കിൻ്റെ ഇടയിൽ നമ്മുടെ ഫ്രണ്ട്സുകൾ, കൊളീഗ്സുകൾ, ബോസ്, കമ്പനികളൊക്കെ നമുക്ക് ഫുഡുകളൊക്കെ പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ ഇടയിൽ നമ്മൾ ആദ്യമേ പ്രതീക്ഷിച്ചിരിക്കുക ഇങ്ങനെ ഫുഡ് വരാനുണ്ട്, ഇവരെ കൂട്ടത്തിൽ നമുക്ക് ഇരിക്കണം, കഴിക്കണം. എങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യും? അധികം വർക്കിംഗ് പ്രൊഫഷനുകൾക്ക് മൈക്രോ വർക്കൗട്ടുകൾ ചെയ്യാനേ നേരം ഉണ്ടാവുള്ളൂ. കൃത്യമായിട്ട് ജിമ്മിൽ പോകാനോ സമയമില്ലാത്തവർക്ക് അനുസരിച്ചിട്ടുള്ള വർക്കൗട്ടുകൾ കറക്റ്റായിട്ട് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ മാത്രമാണ് റിസൾട്ട് കിട്ടുക. ജിമ്മിൽ പോകാതെ തന്നെ നമ്മൾ കലോറിയെ ബേൺ ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണ് ബേൺ ചെയ്യാൻ കഴിയുക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിനെ ദഹിപ്പിക്കാനുള്ള വഴി നമ്മൾ അറിയണം. ഫോൺ സംസാരിക്കുന്ന സമയത്ത് നടക്കുക, ലിഫ്റ്റിന് പകരം പടികൾ ഉപയോഗിക്കുക, സ്റ്റെപ്പുകൾ ഉപയോഗിക്കുക. പിന്നെ അധികവും വിശ്വാസികളാണെങ്കിൽ ഇവരുടെ പ്രാർത്ഥനാ സമയങ്ങൾക്ക്
മുന്നേയും ശേഷവും വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യാം. അങ്ങനെയെങ്കിൽ കുറേയധികം നമ്മളെ മെറ്റബോളിസം ഇമ്പ്രൂവ് ആവാനും നല്ല രീതിയിൽ നമ്മളെ ഫാറ്റിനെ ബേൺ ചെയ്യാനും പറ്റും. പിന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് ടെബാറ്റ പ്രോട്ടോകോൾ. ഇത് വെറും 4 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഹൈ ഇൻറ്റൻസിറ്റി വ്യായാമമാണ്. ഇത് നമ്മളെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് കൃത്യമായി അപ്ഡേറ്റ് ചെയ്യണം. നമ്മളെ ഗ്രൂപ്പിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യണം. അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് ആ റിസൾട്ട് നമുക്ക് കിട്ടുക. മനസ്സിലാവുണ്ടോ? പിന്നെ എന്താ ചെയ്യുക? ഡെസ്ക് സ്ട്രെച്ചിങ്. ഇപ്പൊ നമ്മൾ ജോലി ചെയ്യാണ്, പിന്നെ മറ്റെന്തെങ്കിലും പരിപാടികളിലാണ്. അപ്പോൾ ഓരോ മണിക്കൂറിന്റെ ഇടയിലും 2 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കുകയോ അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്യുകയോ ചെയ്യുന്നത് രക്തയോട്ടം വർദ്ധിപ്പിക്കും. ഇപ്പോൾ വർക്കിംഗ് പ്രൊഫഷണൽ ആണെങ്കിൽ ഒരേ സമയം തന്നെ കസാലമൊക്കെ ഇങ്ങനെ ഇരിക്കും. ഇതെന്താ ഉണ്ടാക്കുക വെച്ച് കഴിഞ്ഞാൽ നമ്മളെ രക്തോട്ടം അവിടെ സ്റ്റോപ്പ് ആവും. അപ്പോൾ ഒരു ഒരു അരമണിക്കൂർ 1 മണിക്കൂറിൻ്റെ ഒക്കെ ഇടയിൽ ഒന്ന് എണീക്കുക, ചെറിയ രീതിയിൽ എക്സസൈസുകൾ ചെയ്യുക, വർക്കൗട്ടുകൾ ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും രക്തോട്ടം നമുക്ക് കൂടും, നമ്മളെ മെറ്റബോളിസം ഇൻക്രീസ് ആവും. ഇനിയിപ്പോൾ ഹൗസ് വൈഫാണ് അവർക്ക് അധികം നല്ല രീതിയിൽ വർക്കൗട്ടുകൾ ചെയ്യാൻ വീട്ടിലെ പണികളൊക്കെ കൂടുതലുള്ളതുകൊണ്ട് പറ്റുന്നില്ല. അങ്ങനെയെങ്കിൽ കിച്ചൺ ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു പുതിയൊരു തെറാപ്പി മെത്തേഡ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടു ജോലികൾക്കിടയിൽ നമ്മൾ വ്യായാമം ചെയ്ത് പഠിക്കണം. ഇപ്പോൾ സ്ത്രീകളെ സമയത്തോളം മൾട്ടി ടാസ്ക് ചെയ്യുന്ന ആൾക്കാരാണ് സ്ത്രീകൾ. കാരണം ഒരേ സമയം തന്നെ 5 കാര്യവും 10 കാര്യവും ഒരേ സമയം തന്നെ മറ്റുള്ള ആക്ടിവിറ്റികളൊക്കെ ചെയ്യാൻ കഴിയും. അല്ലേ? ഇപ്പൊ കറി തിളക്കാൻ കത്തിക്കുമ്പോൾ തന്നെ 10 മിനിറ്റ് സ്ക്വാട്ട് ചെയ്ത് നോക്കി. പിന്നെ സാധനങ്ങൾ എടുക്കുന്ന സമയത്ത് കുനിഞ്ഞെടുക്കുന്നതിന് പകരം മുട്ടുമടക്കിയിട്ട് ഇരുന്ന് എടുത്തു നോക്കി. അപ്പൊ ഇത് എന്താ ഒരു ചുരുക്കം എന്ന് പറഞ്ഞാൽ വീട് വൃത്തിയാക്കുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം പ്രാധാന്യമാണ് കൽപ്പിക്കുന്നത്, അതേപോലെ തന്നെ നമ്മളെ ബോഡിനെയും നമ്മൾ ശരിയാക്കണം. ഇതാണ് അകത്തളം എന്ന് പറയുന്നത്. ഇതിനെ വൃത്തിയായി സൂക്ഷിക്കണം. പള്ളി പോലെ അമ്പലം പോലെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ശരീരം എന്നുള്ളത്. നിങ്ങൾ ആരോഗ്യമുള്ളവരായി കഴിഞ്ഞാൽ മാത്രമേ കുടുംബത്തെ നന്നായി സൂക്ഷിക്കാൻ നോക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഹൗസ് വൈഫ് നിലക്ക് ഈ രീതിയിലുള്ള ആക്ടിവിറ്റികളൊക്കെ നിരന്തരം ചെയ്തു നോക്കുക. അങ്ങനെയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും. പിന്നെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് ആ റിസൾട്ട് മനസ്സിലാവുക. ഇപ്പോൾ സ്ട്രെച്ച് മാനേജ്മെന്റ് എന്ന് പറയുന്നത് മൈൻഡ് സെറ്റുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ മാനസിക സമ്മർദ്ദം കുറക്കാൻ ഒരിക്കലും മാനസിക കുറയാതെ ഒരിക്കലും നമ്മളെ തടി കുറയില്ല. നമ്മൾ പ്രഷറിൽ ടെൻഷനിൽ എപ്പോഴും ബിസി പ്രൊഫഷനിലൊക്കെ ജീവിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റ് കുറയില്ല. അപ്പൊ ഇതിനെന്താ ചെയ്യണേ? ബോക്സ് ബ്രീത്തിങ് മെത്തേഡ് ഉണ്ട്. ഇതെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓരോ ഒരു അരമണിക്കൂറിന്റെ ഇടവേളയിൽ 4 സെക്കൻഡ് ശ്വാസം ഇങ്ങനെ ഉള്ളിലേക്ക് എടുക്കുക. ഉള്ളിലേക്ക് എടുക്കുന്ന ശ്വാസത്തിന്റെ തണുപ്പും പുറത്തേക്ക് വിടുന്ന ശ്വാസത്തിന്റെ ചൂടും നമ്മൾ ഫീൽ ചെയ്യുക. ഇത് 4 സെക്കൻഡ് പിടിച്ചു വെക്കണം കേട്ടോ. 4 സെക്കൻഡ് പുറത്തേക്ക് വിടും വേണം. ഇത് സമ്മർദ്ദം നമ്മൾ കുറക്കാൻ വേണ്ടി സഹായിക്കും. പിന്നെ എന്താ ചെയ്യാൻ പറ്റുക? സ്പീഡ് ഹൈജീൻ. നമുക്ക് തിരക്കൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഉറക്കം നമ്മൾ ഒരിക്കലും കളയാൻ പാടില്ല. അപ്പൊ അധികം ആൾക്കാർക്ക് സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ തിരക്കിന്റെ ഇടയിൽ നമ്മൾ ഉറക്കത്തെ മറക്കും, ഭക്ഷണത്തിന്റെ സമയക്രമം മറക്കും. അപ്പൊ ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ശരീരം കൂടുതൽ കൊഴുപ്പ് സംഭരിച്ചു വെക്കും. ആരോഗ്യം എന്നുള്ളതേ ഒരു ലക്ഷ്യമല്ല, ഇത് നമ്മുടെ ഒരു ജീവിത രീതിയാക്കി മാറ്റണം. വിഷ്വലൈസ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ വെയിറ്റ് കുറഞ്ഞ് ഫിറ്റായി സ്ലിമ്മായി ബ്യൂട്ടിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കി. അതനുസരിച്ച് നിങ്ങൾ ആവാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും എന്നുള്ളത് പ്രതീക്ഷിക്കുകയാണ്.